കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, അത് പിന്നെ ഉണ്ടല്ലോ, എത്ര നല്ല വാർത്തയാ കേട്ടത്. അവന്റെ ജാതകത്തില് മൃത്യുദോഷം ഉള്ളത് കൊണ്ടേ അവൻ എപ്പ ചാകും, എങ്ങനെ ചാകുമെന്ന് നമ്മൾ എല്ലാരും ഓരോ ദിവസവും ഓരോ നിമിഷവും കാത്തിരുന്നതല്ലേ. പക്ഷെ ആ നാഗദേവതയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വാർത്തയല്ലാതെ അവൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ കേട്ടതേയില്ല. എന്നാ അവിടെ വന്നിരിക്കുന്ന ആ നാഗസാധുക്കൾ വരെ അവൻ മരിക്കും, അവന്റെ ആയുസ് ഇന്നത്തോടെ തീരുമെന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഇന്നത്തോടെ മരിക്കും. ഇന്നത്തോടെ നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നു. അവൻ പോയി കഴിഞ്ഞാ പിന്നെ ഭവാനി നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് വരുമല്ലേ. ശരിയാച്ചാ, അവൻ ചത്തു കഴിഞ്ഞാ ഭവാനി ഉറപ്പായിട്ടും വിധവയായി മാറും. അങ്ങനെ സംഭവിക്കണേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ അച്ഛാ? അതെ, അവൻ എപ്പ ചാകൂത്തോർത്ത് നമ്മളെല്ലാവരും കാത്തുകാത്തിരിക്കുകയല്ലായിരുന്നോ. അത് ഇന്നത്തോടെ തീരുവെന്നോർത്ത് സന്തോഷിക്കാനുള്ളതിന് പകരം ഒന്നും നടക്കില്ല എന്നുള്ള ഭാവത്തിൽ എന്തിനാ ഇങ്ങനെ മുഖം വലിച്ചു കയറ്റിയിരിക്കുന്നേ? എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇനി നമുക്ക് അവനെ എങ്ങനെ കൊല്ലണം, അല്ലെങ്കിൽ ആരുടെ കൈ കൊണ്ട് അവൻ മരിക്കണം എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളോ ഞാനോ നമ്മൾ ആരും ഒന്നും ചെയ്യാതെ അവൻ ഇന്ന് തന്നെ മരിക്കാൻ പോവാ. അതോർത്ത് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് ആ മാണിക്ക് അവർക്ക് എടുത്തോണ്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കില് ആ ദുർമന്ത്രവാദി ഇവരെ ഒന്നും ചെയ്യാതെ പറഞ്ഞു വിട്ടതാണോ? സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് ആ മാണിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിച്ചിരുന്ന മന്ത്രവാദി ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. അപ്പൊ ഉറപ്പായും അവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്തായിരിക്കും നടന്നിട്ടുള്ളത്? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഒന്ന് പുറത്തു വിട്ടുരാം. അതെ, ഈ പാതിരാത്രിക്ക് എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ പുറത്ത് എന്താ നിങ്ങൾക്ക് ജോലി? പുറത്തേക്ക് പോകുമ്പോ എന്തിന് ഏതിനെന്ന് ചോദിക്കാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ പോയിട്ട് പോരാം. പ്രദീപം പോലെ എന്തിനടാ ഫ്രണ്ടിലിരിക്കുന്ന? മാറിയിക്കടാ അങ്ങോട്ട്. ഏട്ടനോടും അപ്പച്ചിയോടും ആ നാഗസാധുക്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷനിലാണോ അർജുൻ? എന്റെ മരണത്തെപ്പറ്റി ഓർത്ത് ഞാൻ ടെൻഷൻ ആവുന്നില്ല. ചെയ്തു പോയ എന്റെ തെറ്റുകൾ ഓർത്ത എന്റെ ടെൻഷൻ. നീ എന്ത് തെറ്റാ ചെയ്തത് അർജുൻ? നിന്നെ കല്യാണം കഴിച്ച് ഞാൻ തെറ്റ് ചെയ്തില്ലേ? അന്നാ ജോത്സ്യൻ എന്റെ ജാതകത്തിൽ മരണദോഷമുണ്ട്, അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി നീ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് ഓർമ്മയില്ല നിനക്ക്? എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കുകയും ചെയ്തു.
ഈ കല്യാണം നടക്കാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നാഗസാധുക്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കോ നിനക്ക് കിട്ടിയ വരങ്ങൾക്കോ എന്റെ ജീവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭവാനി. എനിക്കെന്തെങ്കിലും പറ്റിയ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന എൻ്റെ പേടി. ഞാൻ പോയതിനു ശേഷം നിന്റെ ജീവിതം എന്താകുമെന്ന് ഓർത്തും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഭവാനി. നാഗസാധുക്കൾ പറഞ്ഞത് സത്യമായിരിക്കാം. പക്ഷേ നമ്മള് സത്യമെന്ന് വിചാരിക്കുന്നതൊന്നും സത്യമായിരിക്കില്ല അർജുൻ. എന്നുവെച്ചാ അവരൊക്കെ പറഞ്ഞത് കള്ളമെന്നാണോ പറയുന്നത്? അവര് പറഞ്ഞത് കള്ളമെന്നല്ല ഞാൻ പറഞ്ഞത്. മരണം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുമെന്നല്ലാതെ അവന്റെ വിശ്വാസത്തെയും മനോധൈര്യത്തെയും ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. വിധി പോലെ നടക്കൂ, അതാർക്കും തടയാൻ സാധിക്കില്ല. പക്ഷേ മനോധൈര്യത്തോടെ ഇരുന്ന നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ പരിഹാരം എന്താണെന്ന് ആലോചിക്കുകയല്ലാതെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നതും ടെൻഷൻ അടിക്കുന്നതും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നുവെച്ചാ ആ നാഗസാധുക്കൾ പറഞ്ഞതൊന്നും നടക്കില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ ആ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മാണിക്യമാണ്. നമ്മൾ എടുത്തുകൊണ്ടുവന്ന മാണിക്യം തിരികെ ആ സ്ഥലത്ത് തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഭയം എന്നത് പ്രശ്നങ്ങളെ വലുതാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ധൈര്യം ആ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം നമുക്കുണ്ടാക്കി തരും. ധൈര്യമായിരിക്കും അർജുൻ. ആ മാണിക്യം തിരികെ വെക്കാനുള്ള ശുഭമുഹൂർത്തത്തിന് ആരംഭം കുറിക്കാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം അർജുൻ. അർജുൻ, നിങ്ങൾ ഏതോ ശുഭമുഹൂർത്തം വരുമ്പോ ഈ മാണിക്യം കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ വയ്ക്കാന്ന് പറഞ്ഞില്ലേ? പക്ഷേ നീ പുറത്തിറങ്ങുന്ന നിമിഷം നിനക്ക് മൃത്യുദോഷം സംഭവിക്കാന്ന് ആ നാഗസാധുക്കള് പറഞ്ഞില്ലേ? എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മോനെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മോനെ. അർജുൻ, നീ ജനിച്ച ദിവസം എനിക്കൊരു ആൺകുട്ടി പിറന്നതോർത്ത് ഞാൻ സന്തോഷിച്ചു മോനെ. ഞാൻ ചെയ്ത പൂജകളൊക്കെ ഫലിച്ചു എന്നോർത്ത്, എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നോർത്ത് ഞാൻ സന്തോഷിച്ചു മോനെ. എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. വേണ്ട വേണ്ട മോനെ. ഞാൻ നിന്നെ എന്റെ മകനായിട്ട് മാത്രമല്ല വളർത്തിയത്, എന്റെ ജീവന്റെ പാതിയായിട്ടാ നിന്നെ വളർത്തിയത്. നീ എന്റെ ജീവന്റെ പ്രതിരൂപമാണെന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? കരയല്ലേ പ്ലീസ് അമ്മ. അമ്മ ഇങ്ങനെ കരയുന്ന കണ്ടിരിക്കാനുള്ള ശക്തി എനിക്കില്ലാത്തോണ്ട് അതുകൊണ്ടാ. പ്ലീസ്. നീ എവിടെ പോയാലും നീ കഴിച്ചു എന്നറിയുന്നത് വരെ എനിക്ക് വിശപ്പ് തോന്നാറില്ലായിരുന്നു. ഒരു ദിവസം നിന്നെ കണ്ടില്ലെങ്കിൽ എന്റെ ജീവിതം അവസാനിച്ചതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. നിന്നെപ്പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. നീയാണ് മോനെ എനിക്കെല്ലാം. അങ്ങനെയുള്ളപ്പോ
നീ ഇല്ലാതെ ആകുന്ന അവസ്ഥയില് നീ ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മ എങ്ങനെ ജീവിക്കും? അമ്മ കരയില്ലേ അമ്മ? എന്തിനാ പിന്നെ ഞാൻ ജീവിക്കുന്നേ? അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങനെ കരയല്ലേ അമ്മ? പ്ലീസ് അമ്മ, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയിട്ട് വരാം. ഒന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. പ്ലീസ് കരയല്ല. പ്ലീസ് അമ്മ, ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മ. അമ്മ അമ്മ പ്ലീസ് പ്ലീസ് അമ്മ, പ്ലീസ് 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 കരയല്ലേ അമ്മ? ഞാനിങ്ങനെ കരയുന്നത് തന്നെ നിനക്ക് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോ നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് പിന്നെ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്ക. അമ്മേ, ചേച്ചി, അമ്മ പ്ലീസ്. അമ്മേ, അമ്മേ പ്ലീസ് അമ്മ. അമ്മ അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല. ഈ മാണിക്യം ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരാപത്തും സംഭവിക്കില്ല അമ്മ. എന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഭവാനിക്ക് ഒരുപാട് ദൈവങ്ങൾ വരം കൊടുത്തിട്ടുണ്ടല്ലോ. അവളുടെ കയ്യില് അങ്ങനെ ഒരു അനുഗ്രഹം ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല അമ്മ. അമ്മ അമ്മ പ്ലീസ് അമ്മ. അമ്മ പ്ലീസ് പ്ലീസ് അമ്മ, കരയല്ലേ അമ്മ? പ്ലീസ് അമ്മ. അർജുൻ, അപ്പച്ചി, അർജുന ഒന്നും സംഭവിക്കാതെ എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റും. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ അർജുന്റെ ജീവന് ഒരാപത്തും ഉണ്ടാവില്ല അപ്പച്ചി. എന്നെ ഒന്ന് വിശ്വസിക്ക. ശരി മോളെ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ, അതോ ആ ശക്തിശാലികളായ ആ നാഗസാധുക്കൾ പറയുന്നത് വിശ്വസിക്കണോന്ന് എനിക്കറിയില്ല മോനെ. എന്ത് ചെയ്യണോന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. അപ്പച്ചി, ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് കേൾക്കോ? ആ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച ആരും ഇതുവരെ തിരികെ വന്നിട്ടില്ല. ആ കാര്യം നമുക്ക് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോ അർജുൻ ഈ മാണിക്യം എടുക്കാൻ അതിനകത്ത് പ്രവേശിച്ചപ്പോ തന്നെ മരിക്കണമായിരുന്നല്ലോ. അർജുന്റെ ജാതകത്തില് മരണദോഷമുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാൻ വന്ന നാഗദേവതയ്ക്ക് പോലും അർജുനെ കൊല്ലാൻ സാധിച്ചില്ല. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചപ്പോഴും അർജുൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. അങ്ങനെയുള്ളപ്പോ അർജുൻ ഇപ്പൊ മാത്രം എന്തിനാ മരിക്കൂന്ന് പറഞ്ഞ് അപ്പച്ചി ഇങ്ങനെ ആശങ്കപ്പെട്ടോണ്ടിരിക്കുന്നത്? അതെ അപ്പച്ചി, ഞാൻ അർജുന്റെ കൂടെ ഉള്ളവരേക്കും അർജുന്റെ ജീവന് ഒരാപത്തും ഉണ്ടാവില്ല. സാക്ഷാൽ മാനസദേവി എനിക്ക് വരം തന്നിട്ടുള്ളതാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ അർജുന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോ എന്റെ അർജുന് ഒരു ആപത്തും ഉണ്ടാവില്ല. അപ്പച്ചി ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. അർജുൻ, ഈ മാണിക്യം ക്ഷേത്രത്തിനകത്ത് വയ്ക്കാനുള്ള ശുഭമുഹൂർത്തം ആരംഭിക്കാൻ പോവാണ്. ആ ശുഭമുഹൂർത്തം അവസാനിക്കുന്നതിന് മുമ്പേ ഈ മാണിക്യം ക്ഷേത്രത്തിൽ വെക്കണം. അതിനുശേഷം നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. ഇവിടെ ആരും ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അർജുൻ, നമുക്ക് പോവാം. അർജുൻ, 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 വേണ്ട മോനെ, വേണ്ട. അർജുൻ, നീ പോണോന്ന് പറയുമ്പോ എന്റെ ജീവൻ വേർപെട്ടു പോകുന്ന പോലെയാ തോന്നുന്നേ. പോകണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക. അർജുൻ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല അമ്മ. അർജുൻ ഒന്നും സംഭവിക്കില്ല, ടെൻഷൻ അടിക്കണ്ട. ഞാനും കൂടെ അർജുന്റെ കൂടെ പോവാം. ചേച്ചി വേണ്ട ചേച്ചി, ചേച്ചി തൽക്കാലം എന്നോട് വരേണ്ട ആവശ്യമില്ല. അമ്മയെ നോക്കിയോ? കുഴപ്പമില്ലടാ, നിന്റെ കൂടെ ഞാനും വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ ചേച്ചി? ഞാൻ പോയിട്ട് വരാം. അമ്മേ, 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 എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, ഭവാനി പൂജിക്കുന്ന ദൈവങ്ങൾ
ഇതുവരെ എന്നെ രക്ഷിച്ചിടല്ലേ ഉള്ളൂ, അതുപോലെ ഇത്തവണയും അവരെന്നെ രക്ഷിച്ചോളൂ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞങ്ങൾ പോയി ഈ മാണിക്യം ക്ഷേത്രത്തിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അമ്മയെ വന്ന് കണ്ടോളാം, പോരെ? അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പ്ലീസ് അമ്മ, ടെൻഷൻ അടിക്കല്ലേ പ്ലീസ് അമ്മ. അർജുൻ, നമുക്ക് പോവാം അർജുൻ. അർജുൻ, 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 അർജുൻ. ഇവൻ മരിച്ചു പോകുന്ന നാഗസാധുക്കൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 100% 1000% ഉറപ്പായിട്ടും ഇവൻ മരിക്കും. കരയാതെ മോളെ, അവനൊന്നും സംഭവിക്കില്ല. കരയാതെ നീ സമാധാനായിട്ടിരിക്കും. അമ്മേ, അമ്മ കരയാതെ. അമ്മ, അവനൊന്നും സംഭവിക്കില്ല. വിഷമിക്കില്ല അമ്മേ. അമ്മ, ഞാനും കൂടി പോട്ടെ അവന്റെ കൂടെ. ഞാൻ കൂടി പോവാം. വിഷമിക്കല്ലേ. പോട്ടെ അമ്മേ. അമ്മ, ഈ അടി ഒരു പെണ്ണടിച്ചതുപോലെ അല്ല. അതേണ്ണ, ഒരു പെണ്ണടിച്ച പോലെ അല്ല, ചുറ്റിലിട്ട് അടിച്ച പോലെ ഇരിക്കണ്. അല്ലെങ്കിൽ മമ്മട്ടി കൈയിട്ട് അടിച്ചതുപോലെ ഉണ്ടെണ്ണ. നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, പക്ഷെ ഇതുവരെ പെണ്ണുങ്ങളായി അടിയിട്ടിട്ടില്ല. ഇതാദ്യത്തെ തവണ. മേഡം, എന്റെ അനിയൻ അർജുനും അവന്റെ ഭാര്യ ഭവാനിയും ആ മാണിക്യം ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ കയ്യിലെ മാണിക്യം നമുക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ആ മാണിക്യം എടുക്കാൻ ശ്രമിച്ചതിന് ആ പെണ്ണ് ഞങ്ങൾ അടിച്ചുരുട്ടുന്നത് മേഡം കണ്ടതല്ലേ മേഡം? ഇനി ഒരിക്കൽ കൂടി ശ്രമിച്ച ഉറപ്പായിട്ട് അവള് ഞങ്ങളെ കൊല്ലും. ദേ, അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് കൊണ്ട് പേടിച്ചു പോയോ? ഛേ, നിങ്ങൾക്ക് റൗഡുകളാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവരെ അറ്റാക്ക് ചെയ്ത് ആ മാണിക്യം സ്വന്തമാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് തനിച്ച് പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട്, അവരറിയാതെ അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളും അവരുടെ കൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അകത്ത് പ്രവേശിച്ചു കഴിയുമ്പോ എന്റെ അനിയൻ അർജുൻ അപ്പോ ആ മാണിക്യം ക്ഷേത്രത്തിനുള്ളിലേക്ക് വെക്കും. അതിനുശേഷം നമ്മൾ അതെടുക്കുന്നു. അപ്പൊ ആ മാണിക്യത്തിന് ശക്തി കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ശരി മേഡം, ഈ പ്ലാൻ വലിയ കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് തിരിക്കാൻ പോവാ. നിങ്ങൾ റെഡിയായിരിക്കണം. എല്ലാവരും ഒരുമിച്ച് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യാം മേഡം. ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് രഹസ്യമായിട്ട് അമ്പലത്തിൽ എത്തിക്കോളാം.
അമ്മേ 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 അമ്മ അമ്മേ അമ്മ അമ്മ അമ്മേ അമ്മ അമ്മ ജംടടാ ബംപടാ ഡംബടാ ഓം ഹ്രീം ക്ലീം ജയ് കാലഭൈരവി അമ്മ ജയ് ജയ് കാലഭൈരവി വിശ്വംഭരി അമ്മേ കാലഭൈരവി വിശ്വംഭരി അമ്മേ നിങ്ങൾ എവിടെയാ ബംബടാ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ വന്നത് ഞാൻ. ക്ലീം ഹ്രീം ജയ് കാലഭൈരവി. അമ്മ എവിടെയാണ് എന്റെ അമ്മേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. അമ്മയുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അമ്മ എവിടെയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാനിതാ ഇവിടെയാ. അമ്മേ അമ്മേ നിന്റെ മുന്നിലുള്ള ചാരം കണ്ടില്ലേ? ആ ചാരം ഞാൻ തന്നെയാ. എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്മേ അയ്യോ അയ്യോ അമ്മ നിങ്ങൾ എങ്ങനെ ആയിപ്പോയി? പറയാം, വാടാ എന്റെ അടുത്തേക്ക് വരാൻ. അമ്മ എന്നെ എതിർത്ത് എന്നോട് മല്ലടിച്ച് എന്നെ ഭസ്മമാക്കിയടാ. എന്ത്? അർജുനും ഭവാനിയും അമ്മയെ ചാമ്പലാക്കിയെന്നോ? അതേടാ, അവരൊരു കിളിയുടെ സഹായത്തോടെ ഇവിടെ വന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന മാണിക്യം കൊണ്ടുപോയി. നിങ്ങൾ എങ്ങനെ ചാമ്പലായി അമ്മേ? അപ്പോ നിങ്ങളുടെ മന്ത്രവും ശക്തിയും ഒക്കെ അതൊക്കെ എവിടെ പോയി അമ്മേ? പറ. എന്റെ മായാജാലത്തെക്കാളും ശക്തിയുണ്ടടാ ആ മാണിക്യത്തിന്. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? ആ മാണിക്യം കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വെക്കാൻ വേണ്ടി ആ ചെറുക്കൻ പോകുന്നുണ്ട്. അവരതുകൊണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ വെച്ചാ പിന്നെ നമുക്ക് ഒരിക്കലും അമ്പലത്തിൽ കേറാൻ പറ്റില്ലമ്മേ. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതമ്മേ.